അവയവദാനത്തിന് വ്യാജരേഖ ചമക്കലുമായി ബന്ധപ്പെട്ട കേസിലെ മുഖ്യപ്രതി നജീബിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ പോലീസ് ഇന്ന് അപേക്ഷ നൽകിയേക്കും. കോലഞ്ചേരി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് അപേക്ഷ നൽകുക. ഇനിയും കൂടുതൽ ആളുകൾ പിടിയിലാകാനുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. നവമി ഉണ്ട് വിശദാംശങ്ങൾ. നവമി അത് തന്നെയാണല്ലോ, കൂടുതൽ ആളുകൾ ഇനിയും പിടിയിലാവാനുണ്ട് എന്നുള്ള സാധ്യത തന്നെയാണ് പോലീസ് മുന്നോട്ട് വയ്ക്കുന്നത്. നവമി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. നവമി അത് തന്നെയാണല്ലോ. അപ്പോൾ കൂടുതൽ ആളുകൾ ഇനിയും ഉണ്ട്. ഒരു ചോദ്യം ചെയ്താൽ നിർണായകമായ വിവരങ്ങൾ കിട്ടുമെന്ന പ്രതീക്ഷയുമുണ്ട്. വ്യാജരേഖ ചമക്കലുമായി ബന്ധപ്പെട്ട് ഇനിയും ആളുകൾ ഉണ്ടെന്നുള്ള നിഗമനത്തിൽ പോലീസ് ഊന്നി നിൽക്കുകയാണ്. ആ സാഹചര്യത്തിലേക്ക് തന്നെയല്ലേ നീങ്ങുന്നത്? അതെ ഹരി, അങ്ങനെ തന്നെ നമ്മൾ അനുമാനിക്കുന്നുണ്ട്. കാരണം പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് വളരെ നിർണായകമായിട്ടുള്ള ചില തെളിവുകൾ ലഭിക്കേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഡൽഹിയിൽ നിന്നും അറസ്റ്റിലായ നജീബിനെ വേഗം തന്നെ ഫ്ലൈറ്റിലാണ് കേരളത്തിലേക്ക് എത്തിച്ചത്. അത്രയും വേഗം എത്തിക്കുക എന്നുള്ളത് കാരണം ഇത് അത്രയും സുപ്രധാനമായിട്ടുള്ളൊരു കേസ് ആയതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇന്നലെ വിശദമായി ചോദ്യം ചെയ്തു പ്രതിയെ. പക്ഷേ പ്രധാനപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ പോലീസിന് ഇവരിൽ നിന്നും ലഭിച്ചിട്ടില്ല, ഇയാളിൽ നിന്നും ലഭിച്ചിട്ടില്ല. ഇതോടെ ഇയാൾ ഉൾപ്പെടെ 7 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്, അത് അനിവാര്യമാണെന്നാണ് അന്വേഷണ സംഘം കോടതിയിൽ വ്യക്തമാക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഈ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട ഇയാളൊരു ഏജന്റായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആരാണ് ഇയാളിൽ നിന്നും പ്രധാനമായും ഇയാളിലേക്ക് എത്തുന്നത്, ആരൊക്കെയാണ്, അവയവദാനത്തിന് എത്തുന്നവരുടെ ഒരു പശ്ചാത്തലം എന്താണ്, എത്ര രൂപയാണ് ഇവർക്ക് നൽകുന്നത് എന്നീ കാര്യങ്ങളൊക്കെ, ഇത് എവിടെയൊക്കെയാണ് ഈ അവയവദാനം നടക്കുന്നത്, ഇവരെ വിദേശത്തോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ടോ, ഇതെല്ലാം പോലീസിന് വിശദമായി അറിയേണ്ടതുണ്ട്. മറ്റൊന്ന്, ഇയാളുടെ ഓഫീസുകൾ നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്ത ലെറ്റർ പാഡുകൾ, അത് MP-മാരുണ്ട്, MLA-മാരുണ്ട്, രാഷ്ട്രീയ പ്രമുഖരുണ്ട്. ഇവരുടെ ലെറ്റർ പാഡിന് പുറമെ ചില ഡോക്ടർമാരുടെ, ആശുപത്രിയുടെ പേരിലുള്ള ലെറ്റർ പാഡൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പോലീസിന്റെ ഒരു അനുമാനം ഇവർക്കൊരു ഈ പ്രതിക്ക് മുജീബിന് ചില ഉന്നത നേതാക്കളുമായിട്ട് അല്ലെങ്കിൽ ഈ സമൂഹത്തിലെ കുറച്ച് ഉന്നതരുമായിട്ട് അയാൾക്കൊരു ബന്ധമുണ്ടെന്ന സൂചനകളൊക്കെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ അറിവോടെയാണോ ഇത്തരം വലിയ തട്ടിപ്പ് നടത്തിയതെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അത്തരത്തിലുള്ള കണ്ടെത്തലിന് വേണ്ടിയിട്ടാണ് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലൊക്കെ ആവശ്യമുള്ളതുകൊണ്ടാണ് കസ്റ്റഡിയിലേക്ക് ചോദിക്കാനായി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിലെന്തായാലും കൂടുതൽ ആളുകൾ കുടുങ്ങുമെന്ന് ഉറപ്പായിട്ടുണ്ട്. പ്രധാനമായും ആർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ തട്ടിപ്പ് ഇയാൾ നടത്തുന്നത്, ഇതിൽ നിന്ന് എത്ര രൂപയാണ് ഇയാൾക്ക് ലാഭം ലഭിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എത്ര രൂപയാണ് ഓരോ അവയവ കച്ചവടം നടക്കുമ്പോഴും ഇയാൾക്ക് എത്ര തുകയാണ് ലഭിക്കുന്നത്, ഇതെല്ലാം പോലീസിന് വിശദമായി അറിയേണ്ടതുണ്ട്. കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം നീളുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ഇതോടെ 7 പേരടക്കം, അതായത് ഈ മുജീബിന്റെ ഭാര്യ അടക്കം 7 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഹരി, ഇല്ല നമ്മ ഇത് തന്നെയാണ് സംസ്ഥാനത്തെ ഞെട്ടിച്ച ഒരു അവയവ കച്ചവടം തന്നെയാണ്. അതിൽ വെറും ഒരു കണ്ണി മാത്രമാണ് നജീബ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇതിന് പിന്നിൽ അന്തർ സംസ്ഥാനത്തിൽ തന്നെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ 7 പേര് അറസ്റ്റ് ചെയ്തിരിക്കുന്ന 7 പേരിലല്ല, ഇതൊരു വലിയ ശൃംഖല തന്നെയാണെന്ന് പോലീസ് വിശ്വസിക്കുന്നു. അതിൽ ഈ ഉന്നതർ ഉൾപ്പെടെയുള്ള ആളുകൾ, ഈ ഞെട്ടുന്ന പേരുകൾ ഒക്കെ വരാൻ സാധ്യത ഉണ്ടാവും. അങ്ങനെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇവർ ഉന്നതരുമായിട്ടുള്ള ബന്ധം പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇയാൾക്ക്, ഈ മുജീബിന് ചില ഉന്നതരുമായിട്ട് ബന്ധമുണ്ട്, അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്, അവരുമായി അടുത്ത് ഇടപഴകുന്നുണ്ട്. പക്ഷെ അവർക്കൊക്കെ ഈ തട്ടിപ്പിൽ ഭാഗമാകുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ മുജീബ് നടത്തുന്ന തട്ടിപ്പിനെ കുറിച്ച് ഇവർക്ക് അറിയാമോ എന്നതാണ് അന്വേഷണ സംഘം ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. അതിനുവേണ്ടി മുജീബിന്റെ ഫോൺ അടക്കം പരിശോധിക്കണം, ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കണം, ആരെയൊക്കെയാണ് മുജീബ് കണ്ടിരിക്കുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഡീല് നടത്തുന്നത് എന്നീ കാര്യങ്ങളാണ് പോലീസിന് വ്യക്തത വരുത്തേണ്ടത്. അതിന്റെ ആദ്യഘട്ടം എന്നോണമാണ് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുക എന്നത്. ഇന്നലെ കുന്നത്തുനാട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു 2 കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ 2ലും മുജീബ് തന്നെയാണ് മുഖ്യപ്രതി. വടക്കേക്കോട്ടയിൽ നിന്നും ഒരാൾക്ക്, അതായത് ഒരു അടുത്തിടയിൽ തന്നെ ഒരു അവയവദാനം നടത്തി, അത് വടക്കേക്കോട്ട സ്വദേശിയാണ്. അയാളെ പോലീസ് ട്രേസ് ചെയ്യുന്നുണ്ട്. അയാളെ ഏകദേശം കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അയാളെയും വിശദമായി ചോദ്യം ചെയ്യും എന്നുകൂടി അറിയുന്നുണ്ട്. അവരിൽ നിന്നൊക്കെ, അതായത് അവയവദാനം നടത്തിയ ഈ ദാതാക്കളിൽ നിന്നൊക്കെ വിശദമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുമോ, ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ ലഭിക്കുമോ എന്നും അന്വേഷണ സംഘം ശ്രമിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ മുജീബിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം തന്നെയാണ് പോലീസ് നടത്തുന്നത്. മുജീബിലേക്ക് എത്തിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ മുജീബിനെ വിശദമായി ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ആളുകളുടെ പങ്ക്, കൂടുതൽ ആളുകളുണ്ടോ, ഉന്നതരുണ്ടോ, ഇതിലൊക്കെ ഒരു സ്ഥിരീകരണവും വ്യക്തതയും വരുത്താനാകും.
കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനാകുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം വിശ്വസിക്കുന്നത്. യെസ്, എന്താ തന്നെയാണ് സാഹചര്യം. എന്തായാലും നജീബിനെ കസ്റ്റഡി വാങ്ങി ചോദ്യം ചെയ്യാൻ പോലീസ് ഇന്ന് അപേക്ഷ നൽകും എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ വിവരം. നജീബ് വേറെ ഒരു കണ്ണി മാത്രമാണ്, പലരും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസ് വിശ്വസിക്കുന്നത്. നവമിയാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.